കഴിഞ്ഞ ദിവസം കായംകുളത്ത് കോൺഗ്രസ് CPM സംഘർഷത്തെ തുടർന്ന് ആക്രമണത്തിനിരയായി പരിക്കേറ്റ DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ K. പുഷ്പദാസിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസം കായംകുളം നഗരത്തിലുണ്ടായ CPM കോൺഗ്രസ് സംഘർഷത്തെ തുടർന്ന് CPM പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മുൻ നഗരസഭാ ചെയർമാനും ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ K. പുഷ്പദാസിനെ വിദഗ്ധ ചികിത്സയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ദീർഘകാലമായി ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്ന പുഷ്പദാസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കായംകുളത്തെ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ AP ഷാജഹാൻ ആവശ്യപ്പെട്ടു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും കഴിഞ്ഞ 30 വർഷക്കാലമായി കായംകുളം നഗരസഭയുടെ ടൗൺ വാർഡുകളിൽ നിന്ന് നിരന്തരമായി തിരഞ്ഞെടുക്കപ്പെടുകയും ടൗണിലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ഇടപെടുകയും ചെയ്തിട്ടുള്ള സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തിൽ തികഞ്ഞ വ്യക്തിത്വം പുലർത്തുന്ന ഒരാളാണ് K. പുഷ്പദാസ്. 72 വയസ്സുള്ള ഈ പട്ടണം എന്നും കാണുന്ന ഒരു മുഖമായ പ്രിയപ്പെട്ട പുഷ്പദാസിനെ അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. ഞങ്ങൾക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിനെതിരെ കായംകുളം നഗരസഭയുടെ ഒട്ടുമിക്ക അഴിമതികളും പുറത്തു കൊണ്ടുവരുന്നതിന് ശക്തമായ നേതൃത്വം നൽകുന്ന K. പുഷ്പദാസ് CPMന്റെ ഒരു പേടി സ്വപ്നമാണ്. നഗരസഭാ ചെയർപേഴ്സന്റെ മുഖത്ത് നോക്കി എല്ലാ അഴിമതികളും അക്കമിട്ട് നിരത്തുന്ന ഒരാളാണ് K. പുഷ്പദാസ്. അതുകൊണ്ട് തന്നെ പുഷ്പദാസിനോട് ഇവർക്ക് എന്തെന്നില്ലാത്ത വൈരാഗ്യമുണ്ട്. ഞങ്ങളൊരു കാര്യം വ്യക്തമായി പറയുന്നു: കായംകുളം പട്ടണത്തിലെ പൊതുകാര്യ പ്രസക്തനായ പുഷ്പദാസിനെ അടിച്ചമർത്തി കായംകുളം നഗരസഭ എന്നും കീഴടക്കി മുന്നോട്ടു പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു കാരണവശാലും അതൊരു ദിവാസ്വപ്നമായിരിക്കും. ഏത് സമയത്തും ഈ ആരോഗ്യം വീണ്ടെടുത്ത് കായംകുളത്തിന്റെ പ്രിയങ്കരനായി പ്രിയപ്പെട്ട പുഷ്പദാസ് വരും. ഞങ്ങൾക്കെല്ലാം ശക്തമായ പ്രതിഷേധമുണ്ട്. CPMനെ സ്നേഹിക്കുന്നവർ പോലും, CPMനെ ഇഷ്ടപ്പെടുന്നവർ പോലും ഈ കിരാത നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം സമൂഹത്തിൽ അങ്ങോളം ഇവിടുന്നും എല്ലാം ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. DCC ജനറൽ സെക്രട്ടറി K. പുഷ്പദാസ്, സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി എന്നിവരടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ CPM പോലീസിന്റെ ഒത്താശയോടെയാണ് ആക്രമിച്ചതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T. സൈൻലാബ്ദീൻ പറഞ്ഞു. DYFIയുടെ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഓഫീസ് ആക്രമിക്കുകയും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തിയപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടായതെന്നും ഇത് പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് പ്രകടിപ്പിക്കുന്നതെന്നും KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് E. സമീർ പറഞ്ഞു. CPM നേതൃത്വത്തിന് അറിവോട് നടക്കുന്ന തേർവാഴ്ച രാഷ്ട്രീയ മര്യാദയില്ലായ്മയും കാടത്തവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.